ഇനി സിമ്പിൾ വോൾട്ടായിക് സെല്ലിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രശ്നമാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് പറയാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ പുറത്ത്, ഇതാണ് സെല്ല്, ഇവിടെയാണ് സെല്ലിൻ്റെ പുറത്ത് സർക്യൂട്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു ബാറ്ററി വയ്ക്കാം, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എന്തെങ്കിലും വയ്ക്കാം. വോൾട്ട് മീറ്റർ വെച്ച് ഈ സെല്ലിൻ്റെ പുറത്ത് നമ്മൾ ഈ കറണ്ട്, ഇവിടുത്തെ കറണ്ട് കുറേ സമയം കഴിയുമ്പോൾ കുറഞ്ഞു പോകും. കുറഞ്ഞു പോകാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് H2SO4 H2 ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കുമിളയായിട്ട് പോയി അല്ലേ. അപ്പോൾ ആ കുമിളയായിട്ട് പോയ അതവിടെ ഒട്ടിപ്പിടിച്ചിട്ട് അതൊരു ഇൻസുലേറ്ററായിട്ട് നിൽക്കും ഇങ്ങനെ ഇവിടെ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഷോക്ക് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യാത്ത സാധനത്തിനെയാണ് എന്ത് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻസുലേഷനായിട്ട് മാറും. ഇൻസുലേഷൻ കൂടുമ്പോൾ എന്താ, സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് സെല്ലിൻ്റെ അകത്തുള്ള പ്രതിരോധം, കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള അളവ് കൂടും. അപ്പം ഈ കോപ്പർ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഹൈഡ്രജൻ വരുമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ ഇൻസുലേഷനായിട്ട് നിന്നു. ഇനി ബാക്കി വരുന്ന ഹൈഡ്രജൻ അതെന്ത് ചെയ്യും, തടയും അല്ലെങ്കിൽ വികർഷിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ കറണ്ട് കുറഞ്ഞ് ഈ സെല്ല് അങ്ങോട്ട് പ്രവർത്തിക്കാണ്ടാവും, പ്രവർത്തനരഹിതമായിട്ട് മാറും. ഇനി അടുത്തത്, ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനെ നമുക്കൊരു ഓക്സിഡൈസ് ചെയ്യുന്നൊരു രാസവസ്തു ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡീപോളറൈസർ. അത് ഇതിൽ ഇട്ടാൽ മതി. ആ രാസവസ്തു ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. ഇപ്പം ഉണ്ടായി പോളറൈസേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കാം. ഇനി അടുത്തതാണ് ലോക്കൽ ആക്ഷൻ. ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ്. ഇപ്പോൾ ഇതൊരു സിങ്ക് ഇലക്ട്രോഡാണ്. ഒരു സിങ്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ വേറെ സിങ്ക് അല്ലാണ്ട് ഇരുമ്പ്, ചെമ്പ്, ടിന്ന് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടാവും. അതിലെ ഇമ്പ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ എന്ന് പറയും. അതായത് വ്യാവസായികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സിങ്കിൽ ഇതുപോലത്തെ കുറച്ച് മാലിന്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മാലിന്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് സിങ്കല്ലേ, ഈ സിങ്കിൽ ഇതൊരു മാലിന്യമാണെന്ന് വിചാരിക്കും. ഇവിടെ കുറച്ച് ഇലക്ട്രോലൈറ്റും വന്നു. അപ്പോൾ ഇത് തന്നെ ഈ സാധനം ഇങ്ങനെ വലുതാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഫോർമാറ്റായി. ഇത് മാലിന്യവും ഇത് ഇലക്ട്രോലൈറ്റ്, ഇത് സിങ്ക്. അപ്പോൾ അതിലെന്തായി, ഈ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു സെല്ലുണ്ടാവുക. അങ്ങനെ സെല്ലുണ്ടാവുമ്പോൾ എന്താ, കുറേ സെപ്പറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനെയാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് മൊത്തം കുറയും ചെയ്യും. ഇനി അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് സിങ്കിൻ്റെ മുകളിൽ രസം പൂശുക. രസത്തിൻ്റെ പേര് പഠിച്ചാൽ മതി, മെർക്കുറി അമൽഗം. അതിനെ പറയുന്ന പേരാണ് അമൽഗമേഷൻ എന്ന് പറയും. അതായത് ഈ രസം പൂശുന്നത് സിങ്കിൻ്റെ മുകളിൽ.